മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു. ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് ചേർന്ന വി.എസിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തും. ബി.വി. അരുൺ വിവരങ്ങളുമായി. അരുൺ, ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു വി.എസ്. ICUവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്റർ സഹായത്തോടെ തന്നെ കഴിയാൻ തുടങ്ങിയിട്ട് ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ആശുപത്രിയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ കിട്ടുന്നുണ്ടോ? അരുൺ, കേൾക്കാമോ? ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. 3 ദിവസമായി അദ്ദേഹം വെന്റിലേറ്ററിലാണ്. വെന്റിലേറ്റർ സഹായത്തോടെയാണ് അദ്ദേഹം ശ്വാസം നിലനിർത്തുന്നതും. ഏതായാലും ഇന്ന് രാവിലെയോടുകൂടി മെഡിക്കൽ ബോർഡ് വീണ്ടും യോഗം ചേർന്ന് വി.എസിന്റെ ആരോഗ്യനില വിലയിരുത്തും. മെഡിക്കൽ ബുള്ളറ്റിനും പുറത്തിറക്കിയേക്കും. ഏതായാലും അതീവ ഗുരുതരാവസ്ഥയിൽ അദ്ദേഹം തുടരുന്നു. പക്ഷേ അദ്ദേഹത്തെ ആശുപത്രിയിൽ തിങ്കളാഴ്ച രാവിലെ 10 മണിയോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് അത്ര ഗുരുതരമല്ല ആരോഗ്യസ്ഥിതി എന്നാണ് ഡോക്ടർമാർ പൊതുവിൽ പറഞ്ഞത്. പക്ഷേ അല്പം പോലും അത് മെച്ചപ്പെട്ടിട്ടില്ല എന്നാണ് ആശങ്കയുണ്ടാക്കുന്നത്. ഇന്നലെയും CPM നേതാക്കളടക്കം അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഡോക്ടർമാരുമായി സംസാരിച്ചിരുന്നു. പരമാവധി ചികിത്സ അദ്ദേഹം നൽകുന്നുണ്ട്. 102 വയസ്സാകുന്നു വി.എസിന് അടുത്ത 2 മാസങ്ങൾക്കപ്പുറം. അതുകൊണ്ട് തന്നെ ആ പ്രായത്തിലുള്ള ആൾക്ക് ഇത്തരമൊരു ആരോഗ്യാവസ്ഥ വരുമ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ ആശങ്കകളും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിലുമുണ്ട്. അത് മറികടക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു സംഘം. ബി.വി. അരുണാണ് വിവരങ്ങൾ നൽകിയത്, തിരുവനന്തപുരത്ത് നിന്ന്.